കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ലഗേജ് ബാഗുകൾ പൊട്ടിച്ചതായി പരാതി. റിയാദിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിലെത്തിയ യാത്രക്കാരുടെ ലഗേജിൽ നിന്നാണ് സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതിയുള്ളത്. ലഗേജ് ലഭിക്കാൻ 4 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നതായും യാത്രക്കാർ പറയുന്നു. ജംഷീർ കൊടിഞ്ഞിയുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, ലഗേജ് കിട്ടാനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. കിട്ടിയതാകട്ടെ പൊട്ടിച്ച ലഗേജുകളും. എന്താണ് ഉണ്ടായത് അവിടെ? ഇന്ന് രാവിലെ 8 മണിയോടുകൂടി കരിപ്പൂരിൽ എത്തിയ റിയാദിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. ഇവരുടെ ലഗേജുകൾ കിട്ടാൻ തന്നെ ഏതാണ്ട് 3-4 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. കിട്ടിയപ്പോഴാണെങ്കിൽ പല ലഗേജുകളിലും ഇത്തരത്തിൽ ലഗേജുകൾ പൊട്ടിച്ച നിലയിലും മറ്റുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ കസ്റ്റംസ് ഓഫീസിലും കൗണ്ടറുകളിലും എത്തിയിട്ടും ഉത്തരവാദിത്വപരമായ ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇവർ 8 മണിയോടുകൂടി ഈ വിമാനം ഇറങ്ങിയതിന് ശേഷം ലഗേജുകൾ കിട്ടാതെ മണിക്കൂറോളം നിന്നു. ആ ബഹളം വെച്ചതോടുകൂടിയാണ് പിന്നെ ചിലർക്ക് ലഗേജ് കിട്ടിത്തുടങ്ങിയത്. ഈ ലഗേജ് കിട്ടിയപ്പോഴാണ് അതിൽ ചിലരുടെ ലഗേജുകളെല്ലാം ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. റിയാദിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നവർ കസ്റ്റംസ് എയർ ഇന്ത്യ ഓഫീസുകളുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. പലരും ഈ ലഗേജ് മണിക്കൂറുകളോളം കാത്തിരുന്നതിന് ശേഷം ലഗേജ് കിട്ടിയ ഒരു ഇതിൽ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് പലരുടെയും ബോക്സുകളൊക്കെ അല്ലെങ്കിൽ പെട്ടികളൊക്കെ പൊട്ടിച്ച നിലയിലും മറ്റൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചിലർ പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തൊന്നും ഒരു നടപടി ഉണ്ടാവുകയോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു സമീപനം ഉണ്ടാവുകയോ ഉണ്ടായില്ല എന്നുള്ളതാണ് യാത്രക്കാർ പരാതി പറയുന്നത്. ജംഷീർ, കിട്ടിയ എല്ലാവരുടെയും ലഗേജ് ബാഗുകൾ ഈ തുറന്ന നിലയിലായിരുന്നു. ഇതിലിപ്പോൾ എന്താണ്, എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം അധികൃതർ നൽകുന്നുണ്ടോ? ഇതിനകത്ത് ഒരു വിശദീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അതിൽ പലരും മണിക്കൂറുകളോളം ഈ ലഗേജ് ലഭിക്കാത്തതിനെ തുടർന്ന് കാത്തിരുന്നവരാണ്. അവര് ദൂരഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അവർക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ പലരും പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ചില ആളുകൾ മാത്രമാണ് പരാതി നൽകാൻ തയ്യാറായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും. ചില ലഗേജുകളിൽ, അതായത് സാധനങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി അറിയുന്ന ഭാഗങ്ങളിൽ മാത്രം തുരന്നുകൊണ്ട് വാച്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായും പറയുന്നുണ്ട്. വിലപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വാച്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ ചില ഭാഗങ്ങളിൽ, അതായത് എവിടെയാണെന്ന് കൃത്യമായി ആ സാധനങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി അറിയുന്ന രീതിയിൽ തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായി പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. ഇതിനൊരു ഇത് ചോദ്യം ചെയ്തപ്പോഴും അല്ലെങ്കിൽ ഇത്രയും സംഭവം ഉണ്ടായി എന്നത് സംബന്ധിച്ച് അധികൃതരെ സമീപിച്ചപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അനുകൂല സമീപനം ഉണ്ടായില്ല എന്നുള്ളതും യാത്രക്കാർ പറയുന്നു.